ഈ ഫെബ്രുവരി മാസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും മലയാളം സിനിമയുടെ കാര്യത്തിൽ വലിയ ബോക്സ് ഓഫീസ് അനക്കം വെച്ച സിനിമയാണല്ലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി. സിനിമ ചിത്രത്തിന്റെ ആദ്യ പ്രധാനപ്പെട്ട ദിവസമായ ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത് ഇന്നലെ വരെയുള്ള 3 ദിവസത്തെ സിനിമയുടെ കൃത്യമായ കേരള, വേൾഡ് വൈഡ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ഒരു വമ്പൻ കളക്ഷൻ തുടക്കമാണ് ചാക്കോച്ചൻ സിനിമ ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിലെ വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആക്ഷൻ ഡ്രാമ സിനിമ ഇപ്പോഴത്തെ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 13 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 13 കോടിയിൽ 6 കോടിയിലധികം കളക്ഷൻ വന്നിരിക്കുന്നത് ഇന്നലെ ശനിയാഴ്ചയാണ്. അപ്പോൾ ഒരു വമ്പൻ കളക്ഷൻ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇന്നലെ ശനിയാഴ്ച നേടിയെടുത്തിരിക്കുന്നത്. ആകെ 3 ദിവസത്തെ കളക്ഷൻ എന്ന പേരിലും നേടിയെടുത്തിരിക്കുന്നത്. കേരള കളക്ഷൻ 6 കോടി പിന്നിട്ട സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 84 ലക്ഷം ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വമ്പൻ കളക്ഷൻ ഉണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഞായറാഴ്ച ദിവസമായി ഇന്നത്തെ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് അടക്കം നോക്കുകയാണെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ കഴിഞ്ഞ മാസം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ രേഖാചിത്രം പോലെ തന്നെ ഉള്ളൊരു തരംഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ രേഖാചിത്രത്തിന് ശേഷം മോളിവുഡിൽ ഈ വർഷം 50 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുന്ന സിനിമയായിട്ട് ചാക്കോച്ചൻ സിനിമ മാറാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി 50 കോടിയിലധികം കളക്ഷൻ മറികടക്കുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ആദ്യ 50 കോടി സിനിമയായിട്ട് നായകനായി എത്തിയ സിനിമകളിൽ ചിത്രം മാറും. ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും രേഖാചിത്രമാണെങ്കിലും ഒരു പോലീസ് കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് എന്നത് സാമ്യതയാണ്. എന്തായാലും ജനുവരി മാസം രേഖാചിത്രം വലിയ വിജയം നേടിയെടുക്കുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ ഫെബ്രുവരി മാസത്തിലെ വലിയ വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇന്നത്തെ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.